ഞാൻ ശ്രമിച്ചത് ഫസ്റ്റ് വീഡിയോയാണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു പീച്ച് കളറാട്ടോ, ചെറിയ പിങ്ക് മിക്സർ ഒരു പീച്ച് കളർ. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡിഫറെൻറ്റ്, നമ്മൾ സാധാരണ വരുന്നേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പാറ്റേൺ. അതായത് പ്ലെയിൻ വന്നിട്ട് യോക്കിൽ മാത്രമായിട്ട് സെയിം കളറിൻ്റെ തന്നെ ചെറിയ ആ ഒരു ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കാതെ ചെറിയൊരു വർക്കിൻ്റെ പാറ്റേൺ കൊടുത്ത് ലേസ് വർക്കൊക്കെ വരുന്ന മോഡൽ. അപ്പോൾ ഇത് നമുക്കൊരു കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ചെയ്തെടുത്താലും അടിപൊളിയാണ്. ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ ഇടാൻ പറ്റും. ഇതിങ്ങനെ ചുമ്മാ ജസ്റ്റ് കഴുത്തിലോട്ട് ചേർത്തിട്ടാണെങ്കിലും ഈ ദുപ്പട്ട യൂസ് ചെയ്യാം. ഇല്ല വൺ സൈഡ് ചുമ്മാ ഇട്ടാലും മതി കേട്ടോ. ഇത് തയ്ച്ചിട്ടാലേ അതിൻ്റെ ശരിക്കുള്ള ഭംഗി മനസ്സിലാവുള്ളൂ. കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തയ്ക്കും കേട്ടോ. നോർമൽ രീതി തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഈ ഒരു ലേസ് വർക്കൊക്കെ വരുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതുപോലെ വരും. അപ്പോൾ ഇത് ക്രേപ്പാണ് ഫാബ്രിക്, ജോർജറ്റ് ക്രേപ്പ് ഫാബ്രിക്. അത്യാവശ്യം റേറ്റ് ഉള്ള ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വിത്ത് ലൈനിങ്ങും ആണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനും പറ്റും. ലൈനിങ് അന്വേഷിച്ചൊന്നും നടക്കണ്ട, അതെല്ലാം ചേർത്തിട്ടാണ് വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത്. യോ ക്രേപ്പാണ് മെറ്റീരിയൽ. നമ്പർ വരുന്നത് H548, റേറ്റ് 1320 രൂപയുള്ളൂ. 1320. കുറേ നല്ല ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ്, നമ്മുടെ ഡാർക്കർ ടീൽ ബ്ലൂ എന്നൊക്കെ പറയാവുന്ന ഒരു നല്ല ഷെയ്ഡ്. അതിൻ്റെ അകത്തും സെയിം തന്നെ ഇത് ഫുള്ളായിട്ട് നമ്മുടെ വർക്ക് എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ഡിസൈനാണ്. അതിൻ്റെ ബോർഡറിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്ററിൽ കാണുന്ന മാർക്കിംഗ് ആട്ടോ, ചോക്കിൻ്റെ മാർക്കിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ. ഇതും ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പ്ലെയിൻ ആയിട്ട് ആ ഷോൾ വരുന്നെങ്കിലും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും നല്ല ലെങ്തി ആയിട്ട് നിങ്ങൾക്കൊരു സ്റ്റൈലിഷ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. രണ്ട് സൈഡിലൊക്കെ ഇടാനാണെങ്കിലും നല്ല കേട്ടോ. സിമ്പിളായിട്ട് അങ്ങനെ ഇടാനും പറ്റും. എന്നാൽ കാഴ്ചയ്ക്ക് നമുക്കൊരു പാർട്ടി വെയർ ഒരു സ്റ്റൈലാക്കാൻ പറ്റുന്ന ഒരു പാറ്റേണാണ്. ബോട്ടം വിത്ത് ലൈനിങ് സെയിം കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്പർ H550, റേറ്റ് 1320. അടുത്ത ഷെയ്ഡ് നല്ല ഡാർക്കർ വൈൻ ഷെയ്ഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് യോക്ക് പോർഷനിൽ സെയിം പോലെ തന്നെ ഫുൾ വർക്ക് ലേസ് വർക്ക് ബോർഡറിൽ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട ഇതുപോലെ കേട്ടോ. ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട്. നമ്പർ H549, റേറ്റ് 1320. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഗ്രീൻ കളർ ആട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു ഗ്രീൻ കളർ. ഷെയ്ഡ്സൊക്കെ നല്ല രസമാണ്. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഇഷ്ടമുള്ളവർക്ക് ഇതിലെ ഷെയ്ഡ്സ് എല്ലാം ഇഷ്ടപ്പെടും. എന്താണേലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഓവർ പ്രിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള ഐറ്റംസാണ് എനിക്കിഷ്ടം. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു യോക്കിൽ മാത്രം ചെറിയ ഡിസൈൻ, തീരെ പ്ലെയിൻ ആയിട്ട് തോന്നിക്കാതെ ലേസിൻ്റെയൊക്കെ ഒരു പാറ്റേൺ വരുന്നത് നല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിൽ നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. ഇതുണ്ട് ഇത്രയും ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. നമുക്ക് ടോപ്പാണെങ്കിൽ പോലും പ്യോർ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇതുപോലെ വരും. നമ്പർ H552, റേറ്റ് 1320. അടുത്ത ഷെയ്ഡ് ഇതും ഓൾമോസ്റ്റ് ഒരു വൈനുമായിട്ട് ഏകദേശം ലുക്ക് വരുന്നൊരു കളർ തന്നെയാണ്. കുറച്ചൊരു ലൈറ്റർ എന്ന് പറയാം. ഇതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ബോർഡറിൽ ലേസ് വർക്ക്, ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് പ്യുവർ ഷിഫോൺ. പിന്നെ നമ്പർ H551, റേറ്റ് 1320. ഇതിൻ്റെ ലാസ്റ്റ് കളർ ലൈറ്റ് ഡെനിം ബ്ലൂവിൻ്റെ കളറാണ് കേട്ടോ. ഇതും അടിപൊളി കളറാണ്. ഇങ്ങനത്തെ മോഡൽ ഇഷ്ടമുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഷെയ്ഡ്സ് എല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് ആട്ടോ. പിന്നെ നമ്പർ H547, റേറ്റ് 1320, 1320.